എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ലോ കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സിൽ ഓടിയിരിക്കുന്ന 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 59,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ 2.4 വി വേരിയന്റിലുള്ള മാനുവൽ വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുവാണ്. എൻ്റെ പേരിലും നമ്മളുടെ കോട്ടയം കാർസ് ഡൽഹി എന്നുള്ള പേരിലും നാട്ടിൽ പലയിടത്തും വണ്ടികൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായ അറിവ് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കസ്റ്റമർ തന്നെ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടൂരിൽ നിന്ന് ഒരാള് വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരിൽ തരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ത്രൂവിലാണ് അദ്ദേഹത്തിന് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോട്ടയം കാർസ് ഡൽഹി പ്രജിത്തിന്റെ അല്ലേ തരൂ എന്ന് പറഞ്ഞ് വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ മേടിച്ച് നോക്കി ആ വണ്ടിയുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ആ വണ്ടി അവരുടേതാകാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ വണ്ടികളൊന്നും നാട്ടിലില്ല, നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണ്. നമ്മളുടെ കോട്ടയം കാർസിന്റെ വാഹനങ്ങളുടെ പരസ്യം ഞാനും എൻ്റെ നാട്ടിലുള്ള ബ്രദർ പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ രണ്ടും അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വണ്ടികളിലെ എൻ്റെ പേരോ എൻ്റെ ചേട്ടൻ്റെ പേരോ ഈ കോട്ടയം കാർസ് ഡൽഹി എന്നുള്ള പേരോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ നിങ്ങൾ പോയി വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു ചോദിക്കണം. നമ്മളുടെ വണ്ടികളുടെ എല്ലാ പരസ്യം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ആ കൊടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതാരാണ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് പറയാമെങ്കിൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആകെ പറഞ്ഞിരിക്കുന്നത് അടൂരിൽ നിന്നാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ അങ്ങനത്തെ കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചേട്ടന്മാരോട് പറയാനുള്ളത്, നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റിയെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്ക് എൻ്റെ പേര് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് കണ്ടുപിടിച്ചെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി ഞാൻ വരുന്നതായിരിക്കും നേരിട്ട് തന്നെ. കാരണം ഒരിക്കലും നിങ്ങളെ ചെയ്യാൻ പാടില്ല, എൻ്റെ എന്നല്ല, നമ്മൾ വേറൊരാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ ഈ അട്ട എന്ന് പറയുമല്ലോ, നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ കാലിൽ കടിക്കുന്ന അട്ട, അതുപോലെ വല്ലവരും കഷ്ടപ്പെടുന്ന പേരും അല്ലെങ്കിൽ ക്വാളിറ്റി അവരുടെ കഷ്ടപ്പാടിനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ആരെയും പറഞ്ഞ് ബോറടിപ്പിച്ചതല്ല, നമുക്ക് ശരിക്കും മാനസികമായിട്ട് വിഷമം വന്നു. നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടിയുടെ ആൾക്ക് കുറച്ച് ധൃതിയുണ്ട്, അപ്പോൾ ഇച്ചിരി സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ പെയിന്റ് നമ്മൾ ഓൾറെഡി ഫുള്ളി ചെക്ക് ചെയ്തതാണ്. ഇതിലൊരു പീസിൽ മാത്രം റീപെയിന്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറയാം. അതുപോലെ ഈ വണ്ടിയിൽ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും വന്നിട്ടില്ല, 0 റീപ്ലേസ്മെന്റ് വണ്ടിയാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാം കമ്പനി ഒറിജിനൽ ഗ്ലാസുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെൻഡറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ ചെറിയ 1-2 ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെന്നുള്ള ഒഴിച്ചാൽ ഡെന്റുകളോ റീപെയിന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഈ 2 ഡോർ ഒരുമിച്ച് ഞാൻ പറയുവാണ്, ചെറിയ കല്ലടിച്ചതിൻ്റെ പോലത്തെ ചെറിയ സ്പോട്ടുകൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. വേറെ റീപെയിന്റോ ഡെന്റുകളോ ആഴത്തിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ എടുത്തു പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വാഹനങ്ങളിൽ തരുന്ന ഡീറ്റെയിൽസ് നമ്മൾ ക്ലിയർ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേട്ട് ആ പുറകെ പോകരുത്. അപ്പോൾ ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഡോർ പാടുകളൊക്കെ അഡീഷണൽ ചെയ്ത് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊന്ന് നോക്കാം. ഇല്ല, ടൈറ്റ്. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. 59,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. സർവീസ് റെക്കോർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ യാതൊരു വിധത്തിലുള്ള വർക്കുകളും കമ്പനിയിൽ ചെയ്തിട്ടില്ല. മാത്രമല്ല റെഗുലർ ആയിട്ട് സർവീസിൽ പോയിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇനി ഈ ഡോറ് തുറന്ന് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതിൻ്റെ ഈ ഡോർ പാഡുകളും സീറ്റുകളും ഒക്കെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. വീല് ഈ ഒരു വേരിയന്റിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സീറ്റുകളല്ല വരിക. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ ഒരു ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഡാമേജുകളോ ഒന്നും തന്നെ ഇല്ല. റൂഫിലേക്ക് വരുമ്പോൾ തന്നെ ഈ റൂഫിന്റെ ഏറ്റവും ടോപ്പ് അങ്ങേ അറ്റത്ത് ചെറിയൊരു ഡെന്റ് ഉണ്ട്. പിന്നെ നോർമലി ഡൽഹി വണ്ടികളുടെയൊക്കെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഒക്കെ റീപെയിന്റ് വരാറുണ്ട്. അപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു സഹോദരൻ വന്ന് കമന്റ് ഇട്ടു, ചേട്ടാ നിങ്ങളുടെ ബമ്പർ റീപെയിന്റ് ആണല്ലോ, പിന്നെ നിങ്ങൾ ഓൾ ഒറിജിനൽ പെയിന്റ് എന്ന് പറഞ്ഞ എന്തിനാണെന്ന്. ബമ്പർ നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിന്റെ കൂടെ കൂട്ടണോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ ചെയ്യുക. അപ്പം ഇതൊക്കെ നോർമലി എവിടെയെങ്കിലുമൊക്കെ തട്ടി ഉറഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുറകിലത്തെ ഗ്ലാസും കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഡെക്കിയിൽ ഇവിടെ 1-2 ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ട് അവർ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് തുറന്ന് കാണാം. അപ്പോൾ ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടുത്തെ കമ്പനിയുടെ പേസ്റ്റിങ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തതിൻ്റെ യാതൊരു സിംറ്റംസും കാണാനില്ല. അപ്പോൾ ഈ പുറകിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയായിട്ട് വരുമ്പോഴത്തേന് ഇവിടത്തെയും നമുക്ക് കാണാം കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങും കാണാം. ഇവിടെ യാതൊരു വിധത്തിലുള്ള റെസ്റ്റ് പ്രോബ്ലംസും ഇല്ല. നോർമലി ഇന്നോവ ക്രിസ്റ്റകളിൽ ഏറ്റവും കൂടുതൽ ചെറിയ രീതിയിൽ റെസ്റ്റ് വരാനുള്ള സാധ്യത ഈ ഒരു പോർഷനിലാണ്. ഇപ്പോൾ ഈ വണ്ടിയിൽ അങ്ങനെ ഒന്നുമില്ല. ഈ ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ക്രാക്കോ പൊട്ടലോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം. ഈ ഒരു ക്വാർട്ടർ പാനലിലാണ് റീപെയിന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് റീപെയിന്റ് വന്നിട്ടുണ്ട്. അത് വലിയൊരു ഹെവി കനത്തിലുള്ള ഒന്നുമല്ല, നോർമൽ റീപെയിന്റിൽ വരുന്ന ഒരു തിക്നെസ്സേ അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസുകളും എല്ലാം ഒറിജിനലാണ്. അപ്പോൾ ഈ ഡോർ ഒന്ന് തുറന്ന് കാണാം. ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊന്നും നോക്കാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അതും യാതൊരു ഒന്നും ഞാനിങ്ങനെ എടുത്തു പറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർപാടുകളൊക്കെ വൃത്തിക്കാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുൻവശത്തേക്ക് പോകാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ അങ്ങ് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ റീപെയിന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇനി വണ്ടിയുടെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഹെഡ്ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കുകളോ ഡാമേജുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ബോണറ്റിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. റീപെയിന്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ എൻജിൻ റൂം ഒന്ന് തുറന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റ് തുറക്കുന്നതിന്റെ കേബിൾ ശകലം ലൂസാണ്. അപ്പോൾ അത് വേറെ മാറേണ്ട വരും. അപ്പോൾ ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ചെയ്തതിൻ്റെ സിംറ്റംസ് ഇല്ല. അപ്രോണ്ട് ഭാഗങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി മുൻവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മളൊരു 4 കിലോമീറ്ററോളം ഓടിച്ചിട്ടാണ് ഈ വാഹനമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം വളരെ സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ടൈറ്റോ ഒന്നുമില്ല. ക്ലച്ചൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. ഗിയറുകളെല്ലാം നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണാം. ഈ വാഹനത്തിൻ്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ എസിയുടെ വെന്റിൻ്റെ ഇവിടെയൊക്കെ ഒരു ക്രാക്ക് വരുന്നതാണ്, അതൊന്നുമില്ല. സ്റ്റിയറിങ്ങിലൊക്കെ നോർമലി വരുന്ന പോലെ തന്നെ 1-2 ചെറിയ ക്രാക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. സീറ്റ് കവറുകളും നമ്മുടെ ഡോർ പാടുകളും ഒക്കെ ഇവർ അഡീഷണലി ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു 2.8Z വേരിയന്റിൽ വരുന്ന ആ ഒരു കളർ ടോണിലോട്ട് ഇവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശം ഒന്ന് കാണാം. പുറകു നേരെ സീറ്റുകളിലേക്ക് വരുമ്പോഴും അതും നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 90% ഉള്ള ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ 4 ടയറുകളാണ് ഈ വാഹനത്തിൽ
വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൻ്റെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് കീയും അൺയൂസ്ഡ് ആണ്. അപ്പോൾ 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 59,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത 2.4V മാനുവൽ വേരിയൻറ്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണ് ഈ വാഹനം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്, ഒരു കാരണവശാലും ഞാൻ ഇടുന്ന വണ്ടികൾ അല്ലാതെ എൻ്റെ സഹോദരൻ പ്രശാന്ത്, ഞങ്ങൾ രണ്ടുപേരും ഇടുന്ന വണ്ടികളുടെ പോസ്റ്റ് അല്ലാതെ വേറെ ആരെങ്കിലും തരുന്ന ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ വണ്ടികൾ വാങ്ങാനായിട്ട് പോകരുത്. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 15,25,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്കിലൂടെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള പേജുകൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസ് ഡൽഹിയുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഒരു വണ്ടി ഇവിടുന്ന് നമ്മൾ എടുത്തു തന്ന് നിങ്ങളുടെ നാട്ടിൽ അത് രജിസ്റ്റർ ചെയ്യുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഡൽഹിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാനുണ്ടോ അതെല്ലാം നമ്മൾ 100% ഉത്തരവാദിത്തത്തോടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.